ഇവിടെ നമ്മൾ ഇതുപോലെ പട്ടിണി കിടക്കുന്ന കോടികൾ അവിടെ ഉണ്ട്. വിദ്യാഭ്യാസം കിട്ടാത്ത കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആരോഗ്യം സംരക്ഷിക്കാൻ കഴിവില്ലാത്ത കോടികൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി പോകുന്നതിന് പകരം അവിടെ ജനങ്ങൾ തമ്മിലടിക്കുകയല്ലേ. അമ്പലത്തിൻ്റെയും പള്ളിയുടെയും ഒക്കെ പേരിൽ, ആരാധനാലയങ്ങളുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുകയാണ്. ഇതാണ് പ്രശ്നം. പിന്നെ എങ്ങനെ നന്നാവും? ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിവെക്കാം, മറക്കാം ഒരു നിമിഷത്തേക്കെങ്കിലും. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന അതാണ്. നമ്മൾ ജീവിക്കേണ്ടത് എല്ലാവരും, അതായത് കോമൺ ബ്രദർഹുഡ് വേണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ രാജ്യത്തിനെ പോലൊരു പ്രത്യേകതയുള്ള രാജ്യം ലോകത്ത് വേറെ ഇല്ല. ഇത്രത്തോളം ഭാഷകൾ, 900-ൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുള്ളതാണ് ഭാരതം. അതുപോലെ തന്നെ ഇത്രത്തോളം മതങ്ങൾ, എത്ര മതങ്ങളാണ്! ഇത്രത്തോളം മതങ്ങളുമുള്ള ഒരു രാജ്യം വേറെ ഇല്ല. അതായത് റിലീജിയസ് ഡൈവേഴ്സിറ്റി, ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, ഭാഷാപരമായ വൈവിധ്യം, മതപരമായ വൈവിധ്യം. ഈ വൈവിധ്യം ഉള്ളപ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. അത് കോമൺ ബ്രദർഹുഡാണ്, പൊതുവായ സാഹോദര്യം. നമ്മളെല്ലാം സഹോദരങ്ങളാണെന്നൊന്ന് കണക്കാക്കുക. ഈ ജാതിയും മതവുമൊക്കെ എന്തിനാണ്? നമ്മളൊന്ന് ചിന്തിക്കണം ഒരു നിമിഷമെങ്കിലും. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വഴക്ക് കൂടുന്ന എന്തിന്? ഏതെങ്കിലും മതം നമ്മൾ മോശമായിട്ട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കണമെന്നോ പറയാറുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാ മതങ്ങളും നല്ലത് ചെയ്യാൻ മാത്രമേ ഉദ്ഘോഷിക്കുന്നുള്ളൂ. പക്ഷേ ലോകത്ത് തന്നെ ചോരപ്പാട് ഏറ്റവും കൂടുതൽ വീണിട്ടുള്ളത് മതങ്ങളുടെ പേരിലാണ്. അതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. മതങ്ങളെല്ലാം സ്നേഹിക്കാനാണ് പറയുന്നത്, പക്ഷേ ചോരപ്പാടുകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്ത് തന്നെ വീണേക്കുന്നത് മതങ്ങളുടെ പേരിലാണ്. ഇത് എന്തിനാണ് ഇതൊക്കെ? മതങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വകാര്യതകളായിട്ട് മാത്രം ഒന്ന് കണക്കാക്കിയ പോരെ? എൻ്റെ ആചാരങ്ങൾ, എൻ്റെ മതം, എൻ്റെ സ്വകാര്യത മാത്രമാണ്. അടുത്തിരിക്കുന്നത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്നല്ല ഞാൻ ചിന്തിക്കേണ്ടത്, എൻ്റെ സഹോദരനാണ് അടുത്തിരിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അതാണ് പൊതുവായ സാഹോദര്യം. ഈ സഹോദര എന്നുള്ള പറയുന്നുണ്ടല്ലോ, വളരെ എളുപ്പമാണ് പറയാൻ, ഒരാളെ സഹോദരനായിട്ട് കണക്കാക്കണമെന്ന്. പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം.